അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഡോസിനെ കുറിച്ചാണ് പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് ആൽഡിഹൈഡ്സ്, ഇപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ്, അതിൽ നിന്ന് മീൻസ് 3 കാർബൺ ഉള്ളത്, 4 കാർബൺ, അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ആൽഡിഹൈഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് കീറ്റോസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സോ ഓർ കീറ്റോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കീറ്റോൺസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് കീറ്റോസിസ്, കോൺഫിഗറേഷൻ ഓഫ് കീറ്റോസിസ്, കോൺഫിഗറേഷൻ ഓഫ് കീറ്റോസിസ്, കീറ്റോസിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള കീറ്റോൺസിൻ്റെ കേസിൽ, കീറ്റോസിൻ്റെ കേസിൽ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺസ് ഉണ്ടാവും. അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺസ് ഉണ്ടാവും. സോ CH2OH, C ഡബിൾ ബോണ്ട് O, CH2OH. ഇതിനെ നമ്മൾ പറയുന്നത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ എന്ന് പറയും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഓക്കെ, അതായത് സെക്കൻഡ് പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതൊരു കീറ്റോസ് ആണ്, സിമ്പിൾ കീറ്റോസ് ആണ്. കീറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ, അതിനാണ് കീറ്റോസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡി, അതായത് 3 കാർബൺ എന്ന് പറയാമോ എന്നറിയില്ല. അത് 1 2 3 ഇത് നമ്മൾ ഒന്നിച്ച് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ 3 കാർബൺ ഉണ്ട്. നെക്സ്റ്റ് 4 കാർബൺ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു CH2OH മുകളിലുണ്ടാവും. സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ ഉണ്ടാവും. തേർഡ് പൊസിഷനിൽ ഒരു HOH വരും. പിന്നെ ഫോർത്ത് പൊസിഷനിലാണ് എന്ത് വരുക, CH2OH. ഇത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ ഉണ്ട്. ഇതിനെയാണ് ഡി എറിത്രുലോസ് എന്ന് പറയും. ഡി എറിത്രുലോസ്. ഓക്കെ, ഡി എറിത്രുലോസ് എന്ന് പറയും. ഇതിന് എറിത്രുലോസ് മാത്രമേ ഉണ്ടാവൂ. കീറ്റോസ് ഹാവിങ് ഹാഫ് ആസ് മെനി സ്റ്റീരിയോഐസോമർ ആസ് ആൽഡോസ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതായത് നേരത്തെ നമ്മൾ ആൽഡോസ് പറഞ്ഞപ്പോൾ ആൽഡോസിൻ്റെ കേസിൽ, അതായത് ഇങ്ങനെ ഇത്ര നമ്പർ ഓഫ് കാർബൺ വരുന്നതിന് 2 ഐസോമർ വന്നിരുന്നു, എറിത്രോസും ത്രിയോസും വന്നിരുന്നു. ആൽഡോസിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഗ്ലിസറാൽഡിഹൈഡ് പറഞ്ഞു, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എറിത്രോസും ത്രിയോസും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ 2 സ്റ്റീരിയോ ഐസോമേഴ്സ് വരില്ല. കീറ്റോസിൻ്റെ കേസിൽ ആൽഡോസിന് എത്രയാണോ അതിൻ്റെ പകുതി മാത്രമേ കീറ്റോസിന് വരുള്ളൂ. ആൽഡോസിന് 2 സ്റ്റീരിയോ ഐസോമർ ഉണ്ടായിരുന്നു, എറിത്രോസും ത്രിയോസും. പക്ഷെ കീറ്റോസിന് ഒരൊറ്റ സ്റ്റീരിയോ ഐസോമർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് വന്നു. നെക്സ്റ്റ് ഇത് 2 എണ്ണം ആവും. ഇതിന് 2 സ്റ്റീരിയോ ഐസോമേഴ്സ് വരും. ഏതൊക്കെയാണ്? മോളിൽ എപ്പോഴും CH2OH, സെക്കൻഡ് CO ഗ്രൂപ്പ് ഉണ്ടാവും. തേർഡ് ഇതിനുള്ളിൽ 2 കാർബൺ ആറ്റം വരും, പിന്നെ CH2OH വരും. ഇത് രണ്ടും സെയിം സൈഡ് ഉണ്ടാവും. 2 OHും സെയിം സൈഡ് ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി റൈബുലോസ്. നേരത്തെ റൈബോസ് ആയിരുന്നു, ഇത് റൈബുലോസ്. ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് CH2OH ഉണ്ടാവും മുകളിൽ, C ഡബിൾ ബോണ്ട് O ഉണ്ടാവും ഇവിടെ, പിന്നെ 2 കാർബൺ CH2OH. ഇതിൻ്റെ വേറൊരു ഐസോമറാണ്. ഇവിടെ OHും Hഉം ഇവിടെ Hഉം OHും വരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഡി സൈലുലോസ്. ഡി സൈലുലോസ്. അപ്പോൾ ഇവിടെ 2 ഐസോമർ മാത്രമേ വരുള്ളൂ, ഡി റൈബുലോസും സൈലുലോസും. നേരത്തെ കേസിൽ 4 എണ്ണം വന്നിരുന്നു. ഏതൊക്കെയാണ്? റൈബോസ്, അരാഗ്നോസ്, സൈലോസ്, ലിക്സോസ്. അപ്പോൾ അവിടെ 4 ഐസോമർ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമ്പർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. കീറ്റോസിൻ്റെ കേസിൽ അവിടെ 4 ഉണ്ടായി, ഇവിടെ 2 എണ്ണം റൈബുലോസും സൈലോസും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് OH രണ്ടും സെയിം സൈഡിൽ വരുന്നതും ഡിഫറെൻറ്റ് സൈഡിൽ വരുന്നതും, അങ്ങനെ 2 ഐസോമേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റത്തെ കേസിൽ ഇനി ഈ 2 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം വരും അല്ലേ. ഇതിൻ്റെ 2 ഐസോമർ വരും, ഇതിൻ്റെ 2 ഐസോമർ വരും. ഓക്കെ, അങ്ങനെ നമുക്ക് 4 എണ്ണം കിട്ടും. അപ്പോൾ നേരത്തെ ഇവിടെ 8 എണ്ണം കിട്ടിയിരുന്നു നമുക്ക്. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, അയഡോസ്, ടാലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 8 എണ്ണം കിട്ടിയിരുന്നു. അതിൻ്റെ പകുതി 4 എണ്ണം മാത്രമേ കീറ്റോസിൻ്റെ കേസിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആ 4 എണ്ണമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സൈക്കോസ്, പിന്നെ ഫ്രക്ടോസ് വരക്കാം. ഒന്നാമത്തത് മുകളിൽ വരക്കാം. CH2OH, C ഡബിൾ ബോണ്ട് O ഉണ്ടാവും. പിന്നെ എത്ര കാർബൺ വരും ഇവിടെ ഉള്ളിൽ? 3 കാർബൺ വരും, പിന്നെ CH2OH വരും. നെക്സ്റ്റും CH2OH, സെക്കൻഡ് കാർബൺ C ഡബിൾ ബോണ്ട് O, പിന്നെ 3 എണ്ണം വരും CH2OH. അപ്പോൾ
എല്ലാം ഒരു സൈഡിൽ വരുന്നത്, അതായത് OH ഫുൾ ഒരു സൈഡിൽ വരുന്ന ഒരെണ്ണം ഉണ്ടാവും അല്ലേ, അതിൻ്റെ പേരാണ് സൈക്കോസ്, ഡി സൈക്കോസ്. നെക്സ്റ്റ് ആദ്യത്തതിൽ മാത്രം ഡിഫറൻസ് വരും, ബാക്കിയൊക്കെ സെയിം ആയിട്ട് വരുന്നത് HOH. ഇതിൻ്റെ പേരാണ് ഡി ഫ്രാക്ടോസ് എന്ന് പറയുന്നത്, ഫ്രാക്ടോസ്. ഇനി സൈലുലോസിൽ നിന്ന് രണ്ടെണ്ണം വരും അല്ലേ, അത് ഏതൊക്കെയാണ്? ആദ്യത്തത് CH2OH എന്ന് എഴുതാം, രണ്ടാമത്തത് C ഡബിൾ ബോണ്ട് എന്ന് എഴുതാം, പിന്നെ 3 കാർബൺ വരും CH2OH. ഈ 3 കാർബണിൽ എങ്ങനെ HOH വരിക? ആദ്യത്തത് HOH, പിന്നത്തത് OH, പിന്നത്തത് HOH ആൾട്ടർനേറ്റ് ആയിട്ട്. ഇതിനെ പറയുന്ന പേരാണ് സോർബോസ്, ഡി സോർബോസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? സെക്കൻഡ് കാർബണിൽ CO ഗ്രൂപ്പ്, ആദ്യത്തെ CH2OH, പിന്നെ ഇടയ്ക്ക് 3 വരും, ലാസ്റ്റ് CH2OH വരും. ഇതിൽ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 OH ആണ്, HH, പിന്നത്തത് HOH ആണ്. ഇതിൻ്റെ പേരാണ് ടഗാറ്റോസ്, ടഗാറ്റോസ്, ഡി ടഗാറ്റോസ് എന്ന് പറയും, ഡി ടഗാറ്റോസ്. സോ ഈ സ്ട്രക്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക, മീൻസ് ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും, അതൊന്ന് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നുള്ളത്. ആദ്യത്തെ HOH, ആദ്യത്തെല്ലാം സെയിം ആയിട്ട് വരുന്നത്, പിന്നെ ഫസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്, പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെ നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആൽഡോസിൽ എത്ര ഐസോമർ ഉണ്ടായോ അതിൻ്റെ പകുതി അമൃത ഐസോമർ മാത്രമേ കീറ്റോസിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ ആൽഡോസ്, ഗാലക്ടോസ് തുടങ്ങി, ഇവിടെ ഡൈഹൈഡ്രോക്സി അസിറ്റോണിൽ തുടങ്ങി. അപ്പോൾ അതിൽ 2 ഐസോമർ വേണമായിരുന്നു, പക്ഷേ 1 ഐസോമർ മാത്രമേ കിട്ടുള്ളൂ, എറിത്രിലോസ് മാത്രമേ കിട്ടിയുള്ളൂ. ഈ എറിത്രിലോസിൽ നിന്ന് 2 വരും, പിന്നെ അതിൽ നിന്ന് വീണ്ടും 2 വരും. ഓക്കെ, അപ്പോൾ ആൽഡോസും കീറ്റോസും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് സൈക്ലിക് ഫോർമേഷൻ ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഷുഗർ, ഷുഗറിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നാമത് ഹെമി അസെറ്റാൽ ഫോർമേഷൻ. ഹെമി അസെറ്റാൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് അഡീഷൻ ഓഫ് OH ടു CHO ഗ്രൂപ്പ്. CHO ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരു ഷുഗർ എഴുതാം. ഓക്കെ, ഗ്ലൂക്കോസ് വരക്കാം. ഗ്ലൂക്കോസ് എങ്ങനെയായിരുന്നു? CHOOH, ഇങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നത്, CH2OH. ഓക്കെ, ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, CHO നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CHOനെ C ഡബിൾ ബോണ്ട് OH അല്ലേ, അതല്ലേ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റത്തെ കാർബണിലുള്ള OH ഉണ്ടല്ലോ, മീൻസ് ഈ കാർബൺ അല്ല, ഈ കാർബണിലുള്ള OH 1 2 3 4 5, അതായത് 5ാമത്തെ കാർബണിലുള്ള OH എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ പോയിട്ട് അഡീഷൻ നടക്കും. അഡീഷൻ ഓഫ് OH ടു ദി ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അങ്ങനെയാണ് ഹെമി അസെറ്റാൽ ഫോർമേഷൻ നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ഇതിങ്ങോട്ട് പോകും അല്ലേ. സോ ഇവിടെയുള്ള OHൻ്റെ O- ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഡബിൾ ബോണ്ട് Oൻ്റെ മുകളിലേക്ക് പോകും, അപ്പോൾ O- ആയിട്ട് മാറും. ആ O- എന്ത് ചെയ്യും? ഇവിടെയുള്ള OHൻ്റെ O- ഉണ്ടല്ലോ, അതിലൊരു H+ ആയിട്ട് പോയിട്ടുണ്ടാവില്ലേ. അതായത് ഈ OH എങ്ങനെ ഉണ്ടാവുക? Hനെ ഇങ്ങോട്ട് മീൻസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇത് H+ ആയിട്ട് പോകും. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരായിട്ട് മാറും? നെഗറ്റീവ് സൈൻ ആയിട്ട് മാറും. ഈ നെഗറ്റീവ് O ആണ് അവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോകും, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും, O- ആയി മാറും. ആ O- അടുത്തേക്ക് ഈ H+ പോകും. അപ്പോൾ ഈ സ്ട്രക്ചർ എങ്ങനെ വരും എന്ന് വെച്ചാൽ നമുക്കിവിടെ O- ഒന്നും എഴുതണ്ട, നമുക്ക് ജസ്റ്റ് ഇവിടെ OH തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സ്ട്രക്ചർ ഇനി എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? COH, ഇത് OH ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ COH, പിന്നെ എന്തുണ്ടാവും? ഇവിടെ നേരത്തെ പോലെ തന്നെ HOH, OHH, HOH, H. ഇവിടുത്തെ എന്തായി? ഇവിടുത്തെ O ആണ് എന്തായിട്ടുള്ളത്? ഇവിടെ പോയി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ O ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചർ ആയില്ലേ. ഇവിടെ CH2OH. സോ ഇതിന് പറയുന്ന പേരാണ് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയും.
ആൽഫ ഡി ഗ്ലൂക്കോസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഈ ഇതില്ലേ ഓ എച്ച് ഈ സൈഡിലേക്കല്ലേ വന്നേ, അത് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇനി ഓ എച്ച് ഈ സൈഡിലേക്ക് വന്നോളുന്നുണ്ടോ? ഇല്ല. ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഓ എച്ച് അങ്ങോട്ട് പോയിട്ട് എച്ച് ഇങ്ങോട്ട് വരാം, അങ്ങനെ ഒരു ഐസോമറും കൂടി പോസിബിൾ ആണ്. അതുകൊണ്ട് പോസിബിൾ ആയിട്ടുള്ള വേറൊരു ഐസോമറാണ് ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ നോക്കാൻ പറ്റില്ല. എന്താണ്, ഇപ്പോൾ ഇവിടെ ഓ എച്ച് ഇവിടെ എച്ച് വരും, ബാക്കിയൊക്കെ സെയിം ആണ്. എച്ച് ഒ എച്ച് ഒ എച്ച് 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 ഒ എച്ച് എച്ച് ഇതുണ്ടാവും ഓ, അതായത് ഇപ്പോഴത്തെ സൈഡ് ഓ എച്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും, ബാക്കിയൊക്കെ സെയിം. ഇതിനാണ് ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും രണ്ട് സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഇവിടെ ആദ്യത്തിൽ ഒ എച്ച് ഇപ്പുറത്തായിരിക്കും, മറ്റേ ഒ എച്ച് ഇപ്പുറത്തായിരിക്കും. ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും രണ്ടെണ്ണം ഫോം ചെയ്യും. ഒ എച്ച് റൈറ്റിൽ വരുന്നതാണ് ആൽഫ, ഈ സൈഡിൽ വരുന്നതാണ് ആൽഫ. ഒ എച്ച് ലെഫ്റ്റിൽ വരുന്നതാണ് എന്ത്, ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെമി അസെറ്റാൾ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചറിന് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഈ അഞ്ചാമത്തെ കാർബണിലുള്ള ഓ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒ എച്ച് ആയിട്ട് ഫോം ചെയ്യും, ഇവിടെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും, ഒ എന്ന സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, സോ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ഉള്ള ഒരു റിങ്. അതിൽ ഓ എന്ന് പറയുന്ന ഒരു ഹെട്രാറ്റം കൂടിയുണ്ട്. 5 കാർബൺ ഓ എന്ന് പറയുന്ന ഹെട്രാറ്റം. അപ്പം അങ്ങനെ ടോട്ടൽ 6 മെമ്പേഴ്സ് വരുന്ന റിങ്. അതാണ് നമ്മൾ സൈക്ലോ ഹെക്സൈഡ് റിങ് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചർ വരാനുള്ള കാരണം ഈ അഞ്ചാമത്തെ കാർബണിന് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ രണ്ട് സ്ട്രക്ചേഴ്സ് വരും, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും. ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പി ജിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈക്ലിക് സ്ട്രക്ചർ വന്നു, ആൽഫ ബീറ്റ. ഹെമി അസെറ്റാൾ ഫോർമേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. സോ ഒരു സ്ട്രക്ചർ തന്നാൽ അതിൻ്റെ ഹാവോത്ത് പ്രൊജക്ഷൻ എങ്ങനെ എഴുതാം? ഹാവോത്ത് പ്രൊജക്ഷൻ കൂടി ഇതിൻ്റെ കേസിൽ പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു ഹെമി അസെറ്റാൾ ഫോം ചെയ്ത ഒരു സ്ട്രക്ചർ വരക്കാം. ആദ്യത്തേത് എച്ച് ഒ എച്ച് ആണ്, പിന്നത്തേത് എച്ച് ഒ എച്ച് ആണ്, പിന്നത്തേത് ഒ എച്ച് എച്ച് ആണെന്ന് വിചാരിക്കാം, പിന്നത്തേത് എച്ച് ഒ എച്ച് ആണ്, പിന്നത്തേത് ഇവിടെ എച്ച്, അത് സൈക്കിൾ ഫോം ചെയ്യും ഇങ്ങനെ, പിന്നെ ഇവിടെ CH2OH ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് കാർബൺ അല്ല, ഇത് ഓക്കെ ഇങ്ങനൊരു റിംഗ് ആണ്. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. പക്ഷെ റിങ്ങിനകത്ത് എത്ര കാർബൺ വരും? 5 കാർബൺ വരും. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ തന്നിട്ടുള്ളത്, ഒരു ഹെമി അസെറ്റാൾ ഫോർമേഷൻ. HOH HOH OHH HOH HO. നേരത്തെ നമ്മൾ ഗ്ലൂക്കോസ്, ഏത് ഗ്ലൂക്കോസ് ആണ്? ആൽഫ ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഇപ്പം ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ സ്ട്രക്ചർ ഹാവോത്ത് പ്രൊജക്ഷനിൽ എങ്ങനെ വരക്കാം ഓർത്ത് വെക്കുക. റൈറ്റ് ഡൗണ് ലെഫ്റ്റ് അപ്പ്, അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ്. അതായത് നമ്മൾ പറഞ്ഞു എത്ര മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു സൈക്കിളിനകത്ത്. ഇതൊരു സൈക്കിളായിട്ടാണ് പോകുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ 5 കാർബൺ, പിന്നെ 6ാമത്തെ ആളാരാണ്? ഓക്സിജൻ. അപ്പോൾ ഒരു സൈക്കിൾ വരക്കാം എങ്ങനെ? 6 മെമ്പേഴ്സ് വരുന്ന ഒരു സൈക്കിൾ വരക്കാം. അതിൽ ഒരാൾ ആരാണ്? ഓക്സിജൻ ആണ്. ബാക്കി എല്ലാവരാണ്? ബാക്കി 4 കാർബൺ ആണ്, നമുക്കറിയാം. ബാക്കി 5 കാർബൺ ആണ്. അപ്പോൾ നമ്പർ ഇടുവാണെങ്കിൽ ഇത് 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത്, 4ാമത്തത്, 5ാമത്തെ കാർബൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1ാമത്തെ കാർബണിൽ ആരാ ഉള്ളത്? ഒരു എച്ചും ഒരു ഓച്ചും ഉണ്ട്. അതിൽ റൈറ്റ് ഡൗൺ, അതായത് വലതുവശത്തുള്ള ആൾ നമ്മൾ താഴെ എഴുതണം എന്നാണ് പറഞ്ഞത്. റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ വലതുവശത്തുള്ള ആളാരാണ്? റൈറ്റ് സൈഡിലുള്ളത് OH ആണ്. അതിനെ നമ്മൾ താഴെ എഴുതുക. അപ്പോൾ ഇവിടെ OH എഴുതാം, ഇവിടെ H എഴുതാം. ലെഫ്റ്റ് അപ്പ്. ഓക്കെ, ഇനി 2ാമത്തെ കാർബണിലോ HOH, അത് എങ്ങനെ എഴുതാം? OH H. 3ാമത്തെ കാർബണിലോ? 3ാമത്തെ കാർബണിൽ
ലെഫ്റ്റിലാണ് OH വരുന്നത്, ലെഫ്റ്റ് അപ്പാണ്. ലെഫ്റ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ OH മുകളിൽ വരും, H താഴെ വരും. നാലാമത്തെ കാർബൺ നോക്ക്, നാലാമത്തെ കാർബൺ എന്ന് പറയുമ്പോൾ ഈ കാർബൺ, ഇതിനകത്ത് OH റൈറ്റിലാണ്, അപ്പോൾ താഴെ വരും, H മുകളിൽ വരും. അഞ്ചാമത്തെ കാർബൺ നോക്ക് നിങ്ങൾ, അഞ്ചാമത്തെ കാർബണിൽ എങ്ങനെയാണ് വെക്കുക? അഞ്ചാമത്തെ കാർബണിൽ ഒരു CH2OH ആണുള്ളത്, അത് അങ്ങനെ തന്നെ വെക്കുക, CH2OH. ഓക്കെ, അതിന് റൈറ്റ് ലെഫ്റ്റ് ഒന്നും ഇല്ല, അത് മുകളിലിട്ടൊക്കെ വരക്കാം, CH2OH. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാവോത്ത് പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഏത് ഹെമി അസറ്റ് ആൾ കാർബോഹൈഡ്രേറ്റ് കിട്ടിയാലും നമുക്ക് അതിന് എന്താക്കാൻ പറ്റും? ഹാവോത്ത് പ്രൊജക്ഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു സ്ട്രക്ചർ കാണാം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. റൈറ്റ് സൈഡിലുള്ളതൊക്കെ താഴേക്ക് എഴുതുക, ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ മുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി βD ഗ്ലൂക്കോസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരക്കും? βD എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ മാറ്റം വരുത്തുവാണ്. βD ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. βD ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഇവിടെ H വരും, ഇപ്പുറത്ത് OH വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാർബൺ നോക്കി നിങ്ങൾ, H റൈറ്റ് സൈഡിൽ H ആണ് ഉള്ളത്, റൈറ്റ് ഡൗൺ ആണ്. അപ്പോൾ H താഴെ എഴുതണം, OH മുകളിൽ എഴുതണം. ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. ബാക്കിയൊക്കെയും α-D ഗ്ലൂക്കോസ് എന്താണോ അത് തന്നെയാണ് എന്ത് βD ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അല്ലേ? സോ സെയിം ആണ്. ഹാവോത്ത് പ്രൊജക്ഷൻ എഴുതേണ്ടത് റൈറ്റ് സൈഡിലുള്ളതൊക്കെ താഴെയിട്ട് എഴുതിയാൽ മതി, ബാക്കി മുകളിലേക്കായിട്ട് വരും. ഇനി വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് ഹാവോത്ത് പ്രൊജക്ഷൻ എഴുതുക എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. റൈബോസ് ഒരു റൈബോസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് വിചാരിക്കുക. ആദ്യം തരുന്നത് റൈബോസ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേലെ CHO, താഴെ CH2OH, ഇടയിൽ 3 കാർബൺ ആണ് വരിക. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സെയിം സൈഡിൽ H വരും, സെയിം സൈഡിൽ OH വരും. ഇത് നമ്മൾ പഠിച്ച റൈബോസ്, D റൈബോസ് അല്ലേ? D റൈബോസ് ആയിട്ട് നമുക്കറിയാം. ഇതിൻ്റെ ഹെമി അസറ്റ് ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക? സൈക്ലിക് ഫോർമേഷൻ നടക്കുക. ഇവിടെയുള്ള OH പോയിട്ട് ഇവിടുത്തെ CO, അതായത് C ഡബിൾ ബോണ്ട് OH എന്നല്ലേ ഉണ്ടാവുക, CHO എന്ന് പറഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും, ഇത് ഇങ്ങോട്ട് പോകും, അത് OH ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ സൈക്ലിക് ഫോർമേഷൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ OH, ഇവിടെ H, ഇവിടെ HOH, ഇവിടെ HOH, അടുത്ത കാർബണിലാണ് എന്ത് വരുന്നത്? റിങ് വരുന്നത് അല്ലേ? ഇങ്ങനെ വരും. നെക്സ്റ്റ് CH2OH എന്ന് വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ α-D എന്താണ് റൈബോസ് എന്ന് പറയുന്നത്. α-D റൈബോസ്, α-D റൈബോസ് ആണ് വരച്ചത്. ഇതിൻ്റെ തന്നെ βD നമുക്ക് കിട്ടും. എങ്ങനെ? ഈ OH ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് βD എന്ന് പറയാം. തൽക്കാലം നമുക്ക് α-D മാത്രം വരക്കാം. ഇനി α-D റൈബോസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഹാവോത്ത് പ്രൊജക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4, 4 കാർബണും ഒരു ഹെറ്ററോ ആറ്റം ഓക്സിജനുള്ള റിങ്. 4 കാർബണും ഒരു ഓക്സിജനുള്ള റിങ് എന്ന് പറയുമ്പോൾ 5 മെമ്പേഴ്സ് ഉള്ള റിങ്. 5 മെമ്പേർഡ് റിങ് വരക്കാം. 5 മെമ്പേർഡ് റിങ് വരക്കാം. അതിൽ ഒരാളാരാണ്? ഓക്സിജൻ ആണ്. ഇപ്പോൾ ഓക്സിജൻ നമുക്ക് O കൊടുക്കാം. 5 മെമ്പേഴ്സിൽ 4 ആളാരാണ്? കാർബൺ ആണ്. നെക്സ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. റൈറ്റ് ഡൗൺ ആണ്. റൈറ്റ് ഡൗണ്, ലെഫ്റ്റ് അപ്പ്. അപ്പം അതുപോലെ വരച്ച് നോക്ക്. റൈറ്റ് ഡൗൺ, ഇത് ഒന്നാമത്തെ കാർബൺ എന്ന് വിചാരിക്കുക. ഇത് 2, ഇത് 3, ഇത് 4. ഒന്നാമത്തെ കാർബണിൻ്റെ കേസിൽ ഡൗൺ ആണ് അല്ലേ? OH റൈറ്റിലാണുള്ളത്, അപ്പോൾ OH ഡൗൺ ആണ്, H അപ്പാണ്. രണ്ടാമത്തെ കാർബണിലും അങ്ങനെ തന്നെയാണ്. OH റൈറ്റ് സൈഡിലുള്ളത് ഡൗൺ ആണ്. മൂന്നാമത്തെ കാർബണിലോ HOH തന്നെയാണ്, അപ്പോൾ അതും ഡൗൺ ആണ്. 3 OH ഡൗണിലാണ് വരുന്നത്. നാലാമത്തെ നോക്ക് നിങ്ങൾ. നാലാമത്തെ കാർബണിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒരു Hഉം, നാലാമത്തെ കാർബണിൽ ഒരു H ഇങ്ങോട്ടുണ്ട്, ഒരു O ഉണ്ട്, താഴെ ഒരു CH2OH ഉണ്ട്. ഓക്കെ, CH2OH എപ്പോഴും നമുക്ക് മുകളിൽ എഴുതാം. CH2OH മുകളിൽ H എഴുതാണ്ടിരിക്കുക ചെയ്യാം. CH2OH മുകളിൽ എഴുതാം, മറ്റേത് ഓക്സിജനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഇത് നമുക്ക് എപ്പോഴും മുകളിൽ എഴുതാം. ഇങ്ങനെയാണ് ഹാവോത്ത് പ്രൊജക്ഷൻ്റെ സ്ട്രക്ചർ വരുന്നത്. βD റൈബോസ് ആണെങ്കിലോ, ബീറ്റ ആണെങ്കിൽ ഇത് നേരത്തെ എഴുതിയിട്ടുണ്ടാവും, ഈ OH മുകളിൽ പോകും, അത്രയേ ഉള്ളൂ മാറ്റം.
വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ OH മുകളിൽ പോകും, കാരണം OH ലെഫ്റ്റിലേക്ക് പോകും, ലെഫ്റ്റ് അപ്പാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, അത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഇതിനെ ഫ്യൂറാനോസ് എന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുക. അതായത് ആൽഫ ഡി റൈബോസ് ഇല്ലേ, അതിന് നമ്മൾ ആൽഫ ഡി റൈബോ ഫ്യൂറാനോസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ആൽഫ ഡി റൈബോ ഫ്യൂറാനോസ് എന്ന് വിളിക്കും ഇതിനെ, കാരണം 5 മെമ്പേർഡ് റിങ്ങിനെ ഫ്യൂറാനോസ് എന്ന് കൂട്ടിയിട്ട് വിളിക്കും. നേരത്തെ ഗ്ലൂക്കോസ് 6 മെമ്പേർഡ് അല്ലേ, അതിന് നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് എന്ന് വിളിക്കും. പൈറാനോസ്. അപ്പോൾ പൈറാനോസ് എന്നും ഫ്യൂറാനോസ് എന്നും കൂട്ടുന്നത് ഈ റിങ്ങിനെ ഡിനോട്ട് ചെയ്യാനാണ്. അതായത് 5 മെമ്പേർഡ് റിങ്ങിനെ ഫ്യൂറാനോസ് എന്ന് കൂട്ടിയിട്ട് വിളിക്കും. ഇത് റൈബോ ഫ്യൂറാനോസും, നേരത്തത് പൈറാനോസ്, അതായത് 6 മെമ്പേർഡ് റിങ്ങിനെ നമ്മൾ പൈറാനോസ്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് എന്ന് പറയും. നേരത്തെ ഇതിനെ ആൽഫ ഡി റൈബോ ഫ്യൂറാനോസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സൈക്ലിക് ആക്കിയിട്ട് ഇതേപോലെ ഹാവോർത്ത് പ്രൊജക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഹാവോർത്ത് പ്രൊജക്ഷൻ കിട്ടിയാൽ തിരിച്ച് നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റണം, കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, തിരിച്ച് നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഇതേപോലെ സൈക്ലിക് സ്ട്രക്ചർ വരക്കാനും അറിയണം. അതായത് ലെഫ്റ്റ് അപ്പാണ്, റൈറ്റ് ഡൗൺ ആണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. കാർബോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചർ, ഇപ്പൊ റൈബോസ് എന്ന് പറയുമ്പോൾ അതിന് സ്ട്രക്ചർ ഓർമ്മ വരണം, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിന് സ്ട്രക്ചർ ഓർമ്മ വരണം. അല്ലെങ്കിൽ കാര്യമില്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഗ്ലൂക്കോസ് ആണോ ഫ്രക്ടോസ് ആണോ നമുക്ക് മനസ്സിലായാലേ കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി പോർഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി വരുന്ന പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്യാണ്, കാരണം എനിക്ക് തോന്നുന്നു ഹൈ ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് സിമ്പിൾ പോർഷൻസ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇവിടെ തീർന്നു. ഓക്കെ, നെക്സ്റ്റ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അമിനോ ആസിഡ്സ് എന്ന് നമുക്കറിയാം, അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും, 2 ഗ്രൂപ്പും ഉണ്ടാവും. അമീനോ ഗ്രൂപ്പും NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും ഉള്ളതിനാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡി പാർട്സിലുണ്ട് അല്ലേ, നമ്മുടെ ഇൻസൈഡ് ദ ബോഡി, ബയോളജിക്കലി നമ്മുടെ ഇൻസൈഡ് തന്നെ ഉണ്ട് എന്ത് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സിനെ കുറിച്ച് നമ്മൾ ബയോളജിയിൽ തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയണം. അമിനോ ആസിഡ്സ് കണ്ടാൽ അതിനകത്ത് അമീൻ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അതാണ് എന്ത് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻസ്, അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സിൽ ഫസ്റ്റ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻസ്. ആലിഫാറ്റിക് സൈഡ് ചെയിൻസ് ഉള്ള, ആലിഫാറ്റിക് സൈഡ് വേണ്ട, ആലിഫാറ്റിക് ചെയിൻസ് എന്ന് മാത്രം മതി, നമുക്ക് കൺഫ്യൂഷൻസ് ആക്കണ്ട. ആലിഫാറ്റിക് ചെയിൻസ് ഉള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ് CH2 COOH NH2. ഇതിൻ്റെ പേരെന്താണ്? ഗ്ലൈസീൻ. ഗ്ലൈസീൻ. ഓക്കെ, അപ്പോൾ ഗ്ലൈസീനെ നമ്മൾ സാധാരണ GLY എന്നാണ് കാണുക. ബയോളജിയിൽ നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവും GLY എന്നൊക്കെ ഡിനോട്ട് ചെയ്ത്. അപ്പം ഗ്ലൈസീൻ ആണിത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡാണ്. അതായത് ഒരു CH2ൻ്റെ കൂടെ ഒരു COH ഒരു അമീൻ ഗ്രൂപ്പും വരുന്നത്. ഇത് ജനറലി എങ്ങനെയാണ് നമ്മൾ എഴുതുകയെന്നറിയോ? ഒരു സിറ്റർ അയോണിക് ഫോമിലാണ് എഴുതുക. അതായത് CH2 COO NH3+. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുക. അതായത് ഈ H+ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ മൈനസും ഇവിടെ NH3+ ആകുന്ന രീതിയിലും കാണാം. രണ്ടും തന്നെയാണ്. ഗ്ലൈസീൻ തന്നെയാണ് ഇങ്ങനെ അമീൻ ഗ്രൂപ്പായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അയോൺസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് ഗ്ലൈസീൻ ആണ്. നെക്സ്റ്റ് CH COO-. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് NH3+. അതായത് COO- NH3+. ഇവിടെ ഒരു CH3 ബ്രാഞ്ച് വരുന്നുണ്ട്. അതായത് ഈ ഗ്ലൈസീൻ്റെ കാർബണിൽ ഒരു CH3 ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അലാനിൻ. ഗ്ലൈസീൻ കഴിഞ്ഞാൽ അലാനിൻ ALA എന്നാണ് സൂചിപ്പിക്കുക. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്ലൈസീൻ, അലാനിൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് CH3 COO- NH3+. അതായത് ഗ്ലൈസീൻ്റെ കൂടെ CH3 ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാലിൻ. കേട്ടിട്ടുണ്ടാവും, വാലിൻ, VAL. ഗ്ലൈസീൻ, അലാനിൻ, വാലിൻ.
EINE ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം നമുക്ക് CH3 CH3 ഇവിടെ ഒരു CH2 എക്സ്ട്രാ വരുന്നുണ്ട്, ബാക്കിയൊക്കെ സെയിമാണ്. വാലിൻ്റെ കൂടെ ഇവിടെ ഒരു CH3 നടുക്ക് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ല്യൂസിൻ എന്ന് പറയുന്നത്. ല്യൂസിൻ, LEU, ല്യൂസിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻസ്, അമിനോ ആസിഡ്സിൽ ആലിഫാറ്റിക് സൈഡ് ചെയിൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഗ്ലൈസിൻ ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. അത് കഴിഞ്ഞാൽ അലാനിൻ, പിന്നെ വാലിൻ, ല്യൂസിൻ. നെക്സ്റ്റ് ഹൈഡ്രോക്സി കണ്ടെയ്നിങ് അമിനോ ആസിഡ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആലിഫാറ്റിക് ചെയിൻസ്, അതായത് CH2 മാത്രം, ആ ചെയിൻ മാത്രം വരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഹൈഡ്രോക്സി കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. രണ്ടാമത്തത് ഹൈഡ്രോക്സി കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. ഹൈഡ്രോക്സി കണ്ടെയ്നിങ് എന്ന് പറയുമ്പോൾ CHCOO -NH3+. ഇതെല്ലാത്തിനും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഒരു CH2OH വരും, ഒരു CH2OH. ഇത് ഹൈഡ്രോക്സി ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് സെറിൻ, SER. നെക്സ്റ്റ് എക്സാമ്പിൾ CHCOO -NH3+ എല്ലാ അമിനോ ആസിഡിലും കാണും. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് CHOH CH3. ഇതിൻ്റെ പേരാണ് ത്രിയോനിൻ, THR. ഓക്കെ, CHOH CH3 മിഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഇതിൻ്റെ കൂട്ടത്തിൽ മിഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ത്രിയോനിൻ എന്ന് വിളിക്കും. ഓക്കെ, ത്രിയോനിൻ. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയി ഹൈഡ്രോക്സി കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. അപ്പോൾ ആലിഫാറ്റിക് ചെയിൻ ഉള്ളത് പറഞ്ഞു, ഹൈഡ്രോക്സി പറഞ്ഞു. ഒരു മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ പേരൊക്കെ നമുക്കൊന്ന് പരിചയം ഉണ്ടാകണം. നെക്സ്റ്റ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തത് CHCOO -NH3+ എന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരു CH2SH ആണ്. നേരത്തെ OH ഉണ്ടായില്ലേ, അതിന് പകരം ഇവിടെ SH വരും. അതിൻ്റെ പേരാണ് സിസ്റ്റീൻ. സിസ്റ്റീൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബയോളജിയിൽ, സിസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ SH വരും, ഇവിടെ OHന് പകരം SH വരും, അത്രേ ഉള്ളൂ സൾഫർ കണ്ടെയ്നിങ്. നെക്സ്റ്റ് CHCOO -NH3+, ഇവിടെ CH2SCH3 എന്ന് വരും. ഇതിൻ്റെ പേരാണ് മെത്തിയോനിൻ. മെത്തിയോനിന് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി പറയുമ്പോൾ മെത്തിയോനിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രക്ചേഴ്സിൽ മെത്തിയോനിൻ അമിനോ ആസിഡ്, സിസ്റ്റീൻ അമിനോ ആസിഡ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വരുന്നുണ്ട്. അതിനെയാണ് സൾഫർ കണ്ടെയ്നിങ്ങിൽ മെത്തിയോനിനും സിസ്റ്റീനും. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിൽ ഫേമസ് ആണ് ഇത് മെത്തിയോനിനും സിസ്റ്റീനും എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസിഡിക് അമിനോ ആസിഡ്സ്. ക്ലാസിഫിക്കേഷൻസ് ഒരു 8 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്. ആലിഫാറ്റിക്കും ഹൈഡ്രോക്സിയും സൾഫർ കണ്ടെയ്നിങ്ങുമാണ് പറഞ്ഞത്. ഇത് നാലാമത്തത്. എല്ലാത്തിൻ്റെയും കുറച്ച് എക്സാമ്പിൾസും. ഇപ്പം സിസ്റ്റീനൊക്കെ സൾഫർ കണ്ടെയ്നിങ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പായി അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. ഇപ്പം ബയോഇനോർഗാനിക്കിലാണെങ്കിൽ കൂടി സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് നാലാമത്തത് അസിഡിക് അമിനോ ആസിഡ്സ്. അസിഡിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? COO -CH2 CHCOO -NH3+. ഇതിൻ്റെ പേരാണ് അസ്പാർട്ടേറ്റ് ഓർ അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയും, ASP. കാരണം COO ഗ്രൂപ്പ് വരുന്നുണ്ട്, അസിഡിക് ഗ്രൂപ്പ് വരുന്നുണ്ട്, അതാണ് അസിഡിക് അമിനോ ആസിഡ്. അപ്പോൾ 2 അസിഡിക് ഗ്രൂപ്പ് വരും. ഒന്ന് അമിനോ ആസിഡിൻ്റെ അസിഡിക് ഗ്രൂപ്പ്, അതിന് കൂടാതെ ഒരു ബ്രാഞ്ച് ആയിട്ടൊരു ആസിഡും കൂടി വരുന്നുണ്ടെങ്കിൽ അസ്പാർട്ടിക് ആസിഡ്. നെക്സ്റ്റ് CHCOO -NH3+ ആദ്യം തന്നെ എഴുതി വെക്കാം. കൂട്ടത്തിൽ ഒരു CH2,
വീണ്ടും ഒരു CH2 പിന്നെ COO-. ഇതാണെന്ത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ്. ഇനി ഇതിനെ GLU എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടാവും, GLU എന്ന് കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ടും അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണ് അമിനോ ആസിഡ്സ് ആണ്. ഇനി അഞ്ചാമത്തത് അമൈഡ്സ് ഓഫ് ആസിഡ് അമിനോ ആസിഡ്സ്. അമൈഡ്സ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. അമൈഡ്സ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? അതായത് ആദ്യം തന്നെ CHCOO-NH3+ എന്ന് എഴുതി വെക്കാം. നെക്സ്റ്റ് CH2 C+O NH2 എന്ന് വരും. ഇതാണ് അസ്പാർജിൻ. ഓക്കെ, അസ്പാർജിൻ ASN എന്നാണ് വരിക. അസ്പാർജിൻ അതെന്താണ് അമൈഡ് കണ്ടെയ്നിങ് ആണ്. CONH2 വരുന്നുണ്ട് കൂട്ടത്തിൽ. ഓക്കെ, അസ്പാർജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ കൂടി ഉണ്ട്. നമ്മൾ കേൾക്കുന്ന പേരായതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ കൂടി എഴുതാം. CHCOO-NH3+, ഒരു CH2, വീണ്ടും ഒരു CH2, CONH2 അമൈഡ് ഗ്രൂപ്പ് CONH2. ഇതിൻ്റെ പേരാണ് ഗ്ലൂട്ടാമിൻ. GLU ഗ്ലൂട്ടാമിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാമേറ്റ് ഇല്ലേ, ഗ്ലൂട്ടാമേറ്റ് പോലെ തന്നെയാണ് ഗ്ലൂട്ടാമിനും വരുന്നത്. ഇവിടെ ആസിഡിന് പകരം ഇവിടെ എന്ത് വരും? CONH2 അമൈഡ് ഗ്രൂപ്പ് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ആസിഡ് അസ്പാർട്ടൈന് പകരം അസ്പാർജിൻ CONH2 വരും. അപ്പോൾ അസിഡിക് അമിനോ ആസിഡ് പഠിക്കുന്നതിൻ്റെ കൂടി തന്നെ അമൈഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് കൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബേസിക് അമിനോ ആസിഡ്. ആറാമത്തത് ബേസിക് അമിനോ ആസിഡ്. ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ആദ്യം CH, ഇവിടെ COO-, ഇവിടെ NH3+, ഇവിടെ CH2 4 ടൈംസ് കേട്ടോ. CH2 4 ടൈംസ് NH3+. ഇതെന്താണ്? ലൈസിൻ. LYS ലൈസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബേസിക് NH3 ഗ്രൂപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. നേരത്തെ അസിഡിക് പറഞ്ഞപ്പോൾ COO ഗ്രൂപ്പ് എക്സ്ട്രാ വന്നില്ലേ, അതുപോലെ ബേസിക് ഗ്രൂപ്പ് വരുമ്പോൾ NH3+ എക്സ്ട്രാ വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ബെൻസീൻ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ് ഏഴാമത്തത്. ബെൻസീൻ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. CH2 CHCOO- NH3+. ഇതാണ് ഫീനൈൽ അലാനിൻ. ബെൻസീൻ കണ്ടെയ്നിങ് ആണ്. ഓക്കെ, ഒരു ഫീനൈൽ ഗ്രൂപ്പ് എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി എഴുതിക്കോ. CH2 CHCOO- NH3+. പേരാണ് ടൈറോസിൻ എന്ന് പറയാം. ഓക്കെ, ടൈറോസിൻ. നെക്സ്റ്റ് എട്ടാമത് ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്. ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഹെട്രോസൈക്ലിക് റിങ് വരുന്നതാണ് കേട്ടോ. അതായത് പ്രോലിൻ എന്ന് പറഞ്ഞാൽ 5 മെമ്പേർഡ് റിങ്. ഇവിടെ H പോസിറ്റീവ് ചാർജ്, ഇവിടെ COO-. ഇതിൻ്റെ പേരാണ് പ്രോലിൻ. ഈ ബയോമോളിക്യൂൾസ് മിക്കവാറും സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് തരുക ഇങ്ങനെ പറയാൻ ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ഹിസ്റ്റഡിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ വരക്കാം. ഹിസ്റ്റഡിൻ്റെ കേസിൽ ഇവിടെ ഒരു നൈട്രജനാണ് വരിക, ഇവിടെ ഒരു നൈട്രജൻ.
എസിഡ് നമ്മൾ മറ്റേ ബയോ ഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ CH2 CHCOO NH3+. ഇത് പേരാണ് ഹിസ്റ്റഡിൻ. ഓക്കെ, ഹിസ്റ്റഡിൻ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്, ബെൻസീൻ കണ്ടെയ്നിങ് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്. അങ്ങനെ എത്രയാണ്? 8 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഇതിലുള്ളത് അമിനോ ആസിഡ്സിൽ. അപ്പോൾ നമ്മൾ ഏകദേശം കേട്ട് പരിചയമുള്ള അമിനോ ആസിഡ്സ് ഒക്കെ ഇതിൽ വരും. സിസ്റ്റീൻ ആയാലും ഹിസ്റ്റഡിൻ ആയാലും ഒക്കെ ഏത് ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ആസിഡ് ബേസ് പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിൻ്റെ ആസിഡ് ബേസ് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. acid base properties of amino acid. Amino acids in the acid base properties. Okay, adile pKa equal to pH plus log HA divided by A minus. ഇങ്ങനെയാണ് വരിക. അതായത് pKa വാല്യൂ ഉണ്ടാവുമല്ലോ ഒരു ആസിഡിന്, pH വാല്യൂ ഉണ്ടാവും, പ്ലസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് HA ആസിഡിക് ഡിവൈഡ് ബൈ അതിൻ്റെ അയോൺ ഫോം, കോൺസെൻട്രേഷൻ ഓഫ് HA ഡിവൈഡ് ബൈ A മൈനസ്. ഓക്കെ, അതായത് HA എന്ന് പറയുന്നത് അമിനോ ആസിഡ്, അതിൻ്റെ അയോൺ ഫോം ആണ് താഴെ, അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ pH ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ pKa ആണെങ്കിൽ, pHൻ്റെ വാല്യൂ pKa-നേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? ഈ അമിനോ ആസിഡ് കോമ്പൗണ്ട് എന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. pH ഗ്രേറ്റർ ദാൻ pKa ആണെങ്കിൽ ബേസിക് അമിനോ ആസിഡ് ആയിരിക്കും. അതായത് pKa വാല്യൂ pH വാല്യൂ മീൻസ് ആസിഡിക്കിൻ്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അതായത് ഈ ആസിഡ് ബേസ് ഇക്വേഷൻ നമ്മൾ ആസിഡ് ബേസ് കെമിസ്ട്രി വേറെ തന്നെ പഠിക്കുന്നുണ്ട്. എനിക്കൊന്നും നമ്മുടെ സിലബസിലൊക്കെ വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് pH വാല്യൂ ലെസ് ദാൻ pKa വാല്യൂ ആണെങ്കിൽ അസിഡിക് ആണ്, ഗ്രേറ്റർ ആണെങ്കിൽ ബേസിക് ആണെന്ന് പഠിച്ചു വെക്കുക. സോ ഇപ്പോൾ RCHCOOH അതായത് ആലിഫാറ്റിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണെങ്കിൽ അതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, അത് എക്സ്പെരിമെൻ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. pH 0 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതിൻ്റെ pKa വാല്യൂ ഓഫ് ആസിഡിൻ്റെ pKa വാല്യൂ 2, അമോണിയയുടെ pKa വാല്യൂ 9 ആണ്. ഓക്കെ, pKa വാല്യൂ 2ഉം 9ഉം ആണ്, pH വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? ഹൈലി അസിഡിക് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? pH ലെസ് ദാൻ pKa ആണെങ്കിൽ അത് അസിഡിക് ആയിരിക്കും. സോ ആലിഫാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒക്കെ എന്താണ്? അസിഡിക് ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ആലിഫാറ്റിക് ആയിട്ടുള്ളതൊക്കെയും അസിഡിക് ആണ്, കാരണം pH ലെസ് ദാൻ pKa ആണ് വരുന്നത്. ഇനി ബേസിക് അമിനോ ആസിഡ് ആണെങ്കിൽ pH വളരെ കൂടുതലായിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 9 ഒക്കെ ആണെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണെന്ന് പറയാം. അപ്പോൾ ജനറലി നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, അമിനോ ആസിഡ്സ്, പിന്നെ ആൽക്കലോയിഡ്സ് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ടെർപീൻസ്, സ്റ്റിറോയിഡ്സ്, പ്രോട്ടീൻസ് ഇത്രയും പറയാൻ, ന്യൂക്ലിക് ആസിഡ്സ് ഇത്രയും പറയാനുണ്ട്. അതൊക്കെ സിമ്പിൾ ചെറിയ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇത്ര വരെയുള്ളത് ഈ 3 നമുക്ക് കുറേ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടൊക്കെ പഠിക്കാം. ബയോമോളിക്യൂൾസ് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. മീൻസ് നമുക്കൊരു തിയറി പോലെ ബൈ ഹാർട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്കതൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടേതായ ഒരു മൈൻഡ് പ്ലാനിൽ പഠിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ ബയോമോളിക്യൂൾസ്. അതിനകത്ത് സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരുക, അത് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ